അനുദിന വിശുദ്ധർ മെയ് 18 വിശുദ്ധ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ. ഇറ്റലിയിലെ ടെസ്കനിയിലാണ് വിശുദ്ധ ജോൺ മാർപ്പാപ്പയുടെ ജന്മദേശം. യുവായിരുന്നപ്പോൾ തന്നെ റോമൻ പുരോഹിതനായി സേവനം ആരംഭിച്ചു. അധികം വൈകാതെ ആർച്ച് ഡീക്കനായി നിയമിതനായി. പിന്നീട് വിശുദ്ധ ഹോർമിസൈഡൻ പാപ്പ മരണമടഞ്ഞപ്പോൾ 523 വിശുദ്ധ ജോൺ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 30 വർഷത്തോളം ഇറ്റലിയെ ഭരിച്ചത് തിയഡോറിക് രാജാവാണ്. ജന്മന ആര്യൻ വംശജനായ അദ്ദേഹം കത്തോലിക്കരോട് അനുകമ്പാപൂർവമാണ് പെരുമാറിയിരുന്നത്. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു. അതിന് കാരണം ഒരു പരിധിവരെ റോമൻ സെനറ്റർമാരും കോൺസ്റ്റാന്റിനോപ്പിളിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിഹിത ബന്ധമായിരുന്നു. കൂടാതെ ജസ്റ്റിൻ ഒന്നാമൻ ചക്രവർത്തി ആര്യനിസത്തിനെതിരെ എടുത്ത ക്രൂരമായ നടപടികളും അതിന് കാരണമായി. ചക്രവർത്തിയുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി തിയഡോറിക് രാജാവ് ഒരു പ്രതിനിധിയെ അയക്കുവാൻ തീരുമാനിച്ചു. തനിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും ആ ഭാരിച്ച ഉത്തരവാദിത്വം പോപ്പ് ജോൺ ഒന്നാമൻ ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ മാർപ്പാപ്പ കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി. അവിടെ ജസ്റ്റിൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഒരു വൻ ജനാവലി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചു. അവിടെ മാർപ്പാപ്പ നടത്തിയ ഒത്തുതീർപ്പ് ശ്രമങ്ങളെപ്പറ്റി യഥാർത്ഥമായ വിവരങ്ങൾ മുഴുവൻ ലഭിച്ചിട്ടില്ല. എങ്കിലും ആര്യനിസത്തോടുള്ള നിർദ്ദയമായ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും അല്ലെങ്കിൽ ഇറ്റലിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ചക്രവർത്തിയെ ധരിപ്പിച്ചതായി കരുതുന്നു. പക്ഷേ തിയഡോറിക് രാജാവ് സംശയാലുവായി മാറിക്കഴിഞ്ഞിരുന്നു. മാർപ്പാപ്പ സ്ഥലത്തില്ലാത്ത സമയത്ത് വലിയ തത്വജ്ഞാനിയായ ബേത്തിൻസ് അഥവാ വിശുദ്ധ സെവറിന്യൂസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് സിമാക്കസ് എന്നിവരെ വധിക്കാൻ രാജാവ് ഉത്തരവ് കൊടുത്തിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ചക്രവർത്തിയും മാർപ്പാപ്പയും തമ്മിലുള്ള സൗഹൃദത്തെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയായി രാജാവ് തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയെ റവന്നായിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിലാക്കി. ഏതാനും ദിവസത്തെ ക്രൂരമേറിയ ജയിൽവാസം അദ്ദേഹത്തിന് അവശനാക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ ജയിലിലെ കിരാത പീഡനങ്ങൾ കൊണ്ട് മാർപ്പാപ്പ മരണമടയുകയും ചെയ്തു. വിചിന്തനം: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. മത്തായി 5:11-12.